നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. സർ, നമസ്കാരം. കഴിഞ്ഞ ദിവസമൊക്കെ തന്നെ നമുക്കറിയാം, തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന ഈ ഒരു വേളയിൽ കേരള രാഷ്ട്രീയത്തെ ചൂട് പിടിപ്പിച്ചുകൊണ്ടാണ് ചില വിവാദങ്ങൾ പൊട്ടിപ്പുറപ്പെട്ടത്. അതും ഒരു ഏറ്റവും പ്രശസ്തനായിട്ടുള്ള ഒരു മന്ത്രിയുടെ പേരിൽ. ഈ മന്ത്രിയുടെ പേരിൽ വിവാദങ്ങൾ ഇതിനു മുൻപും പൊട്ടിപ്പുറപ്പെട്ടിട്ടുണ്ട്. അതും മലയാളികൾ അത് കണ്ടിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഈ വിവാദങ്ങളൊന്നും തന്നെ മലയാളികൾക്ക് അത്ര പരിചിതമല്ലാത്ത കാര്യമല്ല. കഴിഞ്ഞ ദിവസം മന്ത്രി KB ഗണേഷ് കുമാറിനെതിരെയാണ് ചില ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഭാര്യ തന്നെ രംഗത്ത് വരുന്നത്. ഏതായാലും ഇപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ അത്തരത്തിലൊരു ആരോപണം ഉയർന്നു വരുമ്പോൾ അത് ഏതൊക്കെ തരത്തിൽ ഇടതുമുന്നണിയെ സംബന്ധിച്ച് ഒരു പ്രതിസന്ധി ആകും എന്നുള്ള കാര്യം കൂടി നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. കാരണം രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള വിഷയമൊക്കെ നമുക്കറിയാം. അന്നൊക്കെ തന്നെ കടുത്ത സ്ത്രീപക്ഷത്തിന് വേണ്ടി വാദിച്ചിട്ടുള്ളതാണ് ഇടതുമുന്നണി സർക്കാർ. എപ്പോഴും സ്ത്രീ സുരക്ഷയ്ക്ക് പ്രാധാന്യം നൽകുന്ന തരത്തിലുള്ള നീക്കങ്ങൾ തന്നെയാണ് തങ്ങൾ എടുക്കാറുള്ളത് എന്ന് തന്നെയാണ് പിണറായി സർക്കാർ വളരെ എപ്പോഴും ഘോരഘോരം പ്രസംഗിച്ചു കൊണ്ടിരിക്കാറുള്ളത്. പക്ഷേ ഈ ഒരു വിഷയം വന്നപ്പോൾ അതും പോലീസിനെ ബന്ധപ്പെട്ടു എന്ന് പറയുന്നു, മുഖ്യമന്ത്രിയുടെ മകളെ ബന്ധപ്പെട്ടു എന്ന് പറയുന്നു. ഇങ്ങനൊരു ഘട്ടത്തിൽ എന്തുകൊണ്ട് വളരെ ഗൗരവമായിട്ടുള്ള ഒരു നടപടി ഈ മന്ത്രിക്കെതിരെ എടുത്തില്ല എന്നുള്ള ഒരു ചോദ്യമാണ് ഉയരുന്നത്. നമുക്ക് ഈ ഒരു വിഷയത്തിൽ ഇതിനെ എങ്ങനെ വിലയിരുത്താം എന്നുള്ളത് കൂടി പരിശോധിക്കാം. എനിക്കറിയാം, ഇത് പ്രതിപക്ഷത്തിന് വീണ് കിട്ടിയ ഒരു ആയുധമാണ്. അതവർക്ക് വീണ് കിട്ടിയതാണ്. അവർ തയ്യാറാക്കിയ അവരുടെ ആയുധ സംഭരണശാലകളിൽ നിർമ്മിച്ച ഒന്നല്ല, മറിച്ച് വീണ് കിട്ടിയത്. എവിടെ നിന്ന് വീണ് കിട്ടി? ഈ ഗണേഷ് കുമാർ എന്ന് പറയുന്ന ആളിൻ്റെ ഭാര്യയിൽ നിന്ന്. എന്തുകൊണ്ട് വീണ് കിട്ടി? അദ്ദേഹത്തിൻ്റെ ലൈംഗിക ജീവിതം അത്ര ഭംഗിയുള്ളതായിരുന്നില്ല, അത്ര സദാചാരഭരിതമായിരുന്നില്ല എന്നുള്ളത് തന്നെയാണ്. ആ സ്ത്രീ എന്താണ്? മാന്യയായ സ്ത്രീയാണെന്ന് എന്ന് തോന്നുന്നു അവർ പറഞ്ഞത്. കാണരുതാത്ത സാഹചര്യത്തിൽ തൻ്റെ ഭർത്താവിനെ താൻ കാണാനിടയായി എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അതിൽ നിന്നാണ് ഈ കേസ് ഉദ്ഭവിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിന് അന്യൻ്റെ ഭാര്യയുമായിട്ട് ഒരു ജാരബന്ധം ഉണ്ടായിരുന്നു എന്നാണ് തെളിയുന്നത്. അത് നടക്കുന്നത് ഒരു സാധാരണ സ്വതന്ത്രനായിട്ടുള്ള പൗരനിൽ നിന്നല്ല. അങ്ങനെയാണെങ്കിൽ അതിൽ കുഴപ്പമില്ലായിരുന്നു. നമ്മുടെ നിയമവ്യവസ്ഥ അതിനെ അനുകൂലിക്കുന്നുണ്ട്. ഇത് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റ സദാചാരബോധം നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു മന്ത്രിയിൽ നിന്നാണ്. ആ മന്ത്രി എന്ന് പറയുന്നതാകട്ടെ, ആ മന്ത്രി ധാരാളം സ്ത്രീകളുമായിട്ട് ബന്ധപ്പെടേണ്ട ആളാണ്, ഔദ്യോഗികമായിട്ടും രാഷ്ട്രീയമായിട്ടും. ഉദാഹരണത്തിന് മന്ത്രിസഭയിൽ തന്നെ ധാരാളം സ്ത്രീകളുണ്ട്. ആ സ്ത്രീകൾ മാത്രമല്ല, അദ്ദേഹം ഭരിക്കുന്ന വകുപ്പെന്ന് പറഞ്ഞാൽ നമ്മുടെ ഗതാഗത വകുപ്പാണ്. ആ ഗതാഗത വകുപ്പിൽ തന്നെ ധാരാളം വനിതാ കണ്ടക്ടർമാരുള്ളതാണ്. ആ കണ്ടക്ടർമാരെ അവർക്ക് താഴെ തലത്തിൽ പരിഹരിക്കാൻ പറ്റാത്ത കേസുകൾ, പരാതികൾ വരുമ്പോൾ തീർച്ചയായിട്ടും സമീപിക്കേണ്ടത് മന്ത്രിയാണ്. മന്ത്രിയെ ഒന്നുകിൽ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ക്യാബിനിൽ പോയി കാണേണ്ടതാണ്. അപ്പോൾ ഇത്തരം നിരുത്തരവാദപരമായി കുടുംബത്തോടും ഭാര്യയുമായിട്ടും പെരുമാറേണ്ട ഒരാള് ഇങ്ങനെ ഒക്കെയുള്ള പരാതികളുടെ കെട്ടഴിക്കപ്പെട്ട നിലയിൽ കിടക്കുന്ന ആളാണ് എന്ന് വരുമ്പോൾ അവർക്ക് എങ്ങനെ ഇദ്ദേഹത്തെ ധൈര്യപൂർവം സമീപിക്കാൻ പറ്റും? അവർക്ക് ഉള്ളിൽ ഭയം ഉണ്ടാവില്ലേ എന്നത് വലിയൊരു പ്രശ്നമാണ്. അങ്ങനെ ഭയത്തോടു കൂടി ഇദ്ദേഹത്തിൻ്റെ ദുർമാർഗ ജീവിത നിമിത്തം ഉണ്ടാകുന്ന ഒരു വ്യവസ്ഥ, ഒരു അവ്യവസ്ഥിതിയെ വിളിച്ചു വരുത്തും. അതാണ് പ്രധാനപ്പെട്ട പ്രശ്നം, അടിസ്ഥാനപരമായിട്ടുള്ള പ്രശ്നം. മന്ത്രി എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനോ ഭാര്യയ്ക്കോ വേണ്ടിയുള്ളതല്ല, കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അതുകൊണ്ടാണ് ഭരണഘടനാപരമായിട്ടുള്ള സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരത്തിൽ ഏൽപ്പിക്കുന്നത്. അതുകൊണ്ട് മാതൃകാപരമായിട്ടുള്ള ജീവിതം നയിക്കാൻ ബാധ്യസ്ഥരാണ്. അങ്ങനെ അല്ലാത്ത ജീവിതമുള്ള ആളെയാണ് മന്ത്രിസഭയിൽ എടുത്തിരിക്കുന്നത്. ഈ മന്ത്രിസഭയും ഒക്കെ ഒരേ കെട്ടായിട്ട് തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ, അദ്ദേഹം കല്യാണം പോലും കഴിക്കാത്ത വ്യക്തിയാണ്. അദ്ദേഹത്തിനെതിരെ ഇത്തരം ധാരാളം പരാതികൾ അതിശക്തമായിട്ട് ഉന്നയിച്ചുകൊണ്ടും അദ്ദേഹത്തിനെതിരെ ക്രൂരമായിട്ടുള്ള പ്രകടനങ്ങൾ നടത്തിക്കൊണ്ടും പോലീസിനെ വിട്ട് അദ്ദേഹത്തിനെ വേട്ടയാടിക്കൊണ്ടും ഉള്ള പ്രകടനങ്ങൾ നടത്തിയത് നമ്മൾ കണ്ടു. പക്ഷെ അതേ പോലീസ് തന്നെ അദ്ദേഹത്തിൻ്റെ ഭാര്യയിൽ നിന്ന് നേരിട്ട്, കത്തിലൂടെയല്ല, വീഡിയോ കോളിലൂടെയല്ല, ഓഡിയോ കോളിലൂടെയുമല്ല, നേരിട്ട് പരാതി കിട്ടിയപ്പോൾ അത് ശ്രദ്ധിക്കാതെ മന്ത്രിയുടെ പക്ഷം പറഞ്ഞുകൊണ്ടു പോകുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ഇവിടെ ഇപ്പം നറേറ്റീവ് ചമയ്ക്കുന്നത് സ്വന്തം ഭാര്യ ആയ ബിന്ദുവിന് പാരനോയിയ അല്ലെങ്കിൽ സംശയ രോഗം ഉണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത്.
സ്വന്തം ഭാര്യയെ ഇങ്ങനെ അപമാനിക്കാമോ എന്നുള്ള ഒരു ചോദ്യം. പക്ഷേ ഈ പാരനോയിയ ആണെങ്കിൽ പാരനോയിയ ഉണ്ട് എന്നുള്ള സർട്ടിഫിക്കറ്റ് അദ്ദേഹം ഹാജരാകണം, അല്ലെങ്കിൽ നമുക്ക് അദ്ദേഹത്തെ വിശ്വസിക്കാൻ പറ്റില്ല. കാരണം ഇതുപോലെയുള്ള ബന്ധങ്ങൾ അദ്ദേഹത്തിന് മുമ്പും ഉണ്ടായിട്ടുണ്ട്. 2 കല്യാണം കഴിച്ചിട്ടുള്ള ആളാണ്. അദ്ദേഹത്തിൻ്റെ നേരത്തെയുള്ള ഭാര്യയിൽ നിന്നും ധാരാളം പരാതികൾ വന്നിട്ടുള്ളതാണ്. അതുകൂടാതെ മന്ത്രി പറയുന്നു ഇതുകൂടാതെ 5000-ലധികം പ്രണയങ്ങൾ തനിക്കുണ്ടെന്ന്. അങ്ങനെയാണെങ്കിൽ പാവം രാഹുൽ മാങ്കൂട്ടത്തിനും 3 പ്രണയങ്ങളാണെന്ന് പറഞ്ഞിരിക്കുന്നത്. 3-നും ജാമ്യം കിട്ടി. ഇദ്ദേഹത്തിന് 5000 അമ്പമ്പട. ഇത് ആരാ? ശ്രീകൃഷ്ണനോ? ശ്രീകൃഷ്ണന്റെ റെക്കോർഡ് തകർക്കാൻ പോകുന്ന ആളാണ്. അങ്ങനെയാണെങ്കിൽ ഇദ്ദേഹത്തിന് ഗണേശൻ എന്നുള്ള പേര് മാറ്റിയിട്ട് സാക്ഷാൽ ശ്രീകൃഷ്ണനെ ഇടേണ്ടി വരും. താൻ കൃഷ്ണന്റെ അവതാരമായിട്ടിരിക്കുകയാണ്. പക്ഷെ അവിടെ വലിയൊരു കുഴപ്പമുണ്ട്. എന്താണെന്നറിയാം? അതാ കൃഷ്ണേന്ദു. അതെന്താണെന്ന്? കൃഷ്ണേന്ദു എന്നാണ് പേര്, അല്ലെങ്കിൽ കൃഷ്ണനുണ്ടല്ലേ. അപ്പോൾ ഇവിടെയുള്ള വലിയ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കൃഷ്ണൻ എന്ന് പറയുന്നത് ഈ 10,008 ഭാര്യമാർ, 16,008 ആയിക്കോട്ടെ, ആ സ്ത്രീകളെ രക്ഷിക്കാൻ വേണ്ടി സ്വീകരിച്ചതാണ്. പല അവസ്ഥകളിൽ ഇതുപോലെയുള്ള പീഡനങ്ങൾ ഏറ്റുവാങ്ങിയ ആളുകളെ സംരക്ഷിച്ച ആളാണ് കൃഷ്ണൻ. ഇവിടെ സംരക്ഷണമല്ല നടക്കുന്നത്, സംഹാരമാണ്. ആ ഭർത്തൃവിൽ നിന്ന് ചവിട്ടും തൊഴിയും ധാരാളം ഏറ്റു ഈ മന്ത്രി എന്നാണ് പറയുന്നത്. എത്ര അപമാനകരമാണ്. അതിൻ്റെ കീഴിൽ കിടന്ന് അദ്ദേഹം മാപ്പെന്ന് ഭർത്താവിനോട് പറഞ്ഞെന്ന്. അപ്പം തെറ്റല്ലേ അദ്ദേഹം ചെയ്തിരിക്കുക? അതുകൊണ്ടല്ലേ മാപ്പ് പറയേണ്ടി വന്നത്? എന്തൊരു കഷ്ടമാണ്. മാതൃക കാണേണ്ട ഒരാൾ മന്ത്രി. സുന്ദരനാണ്, ശരിയാണ്, സിനിമാ നടനാണ്, അഭിനയപാഠമുള്ളവരാണ്. അഭിനയപാഠമുള്ളവർ മന്ത്രിസഭയിൽ ഇദ്ദേഹം മാത്രമല്ലല്ലോ, വീണ ജോർജിനും ഉണ്ടല്ലോ. അവർ നന്നായിട്ട് അഭിനയിക്കുന്ന ആളാണെന്ന് പറയുന്നു. എന്താണെന്ന് അതിൻ്റെ സത്യമെന്ന് നമുക്കറിയില്ല. എന്തായാലും കൊള്ളാം. ഇതങ്ങൾ ചേർന്ന ഒരു കോമ്പിനേഷനാണ് ഈ മന്ത്രിസഭയിലുള്ളത് എന്ന് പറയുമ്പോൾ, ഈ മുഖ്യമന്ത്രി ഉൾപ്പെടെ കോടിക്കണക്കിന് രൂപയുടെ പരസ്യങ്ങൾ PR എക്സർസൈസ് വഴി ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്ന 1-ാം പേജ് വാർത്തകൾ വഴി മാസ്റ്റുകടിന് താഴെ ആളുകളെ ഞെട്ടിപ്പിക്കുന്ന തരത്തിലുള്ള വാർത്തകളും ഇട്ടുകൊണ്ട് നടത്തിയ ആ കുൽസിത വൃത്തിയുണ്ടല്ലോ, അതിൻ്റെയൊക്കെ ഒരു ഫലം മമ്മൂട്ടിയോടല്ല മോഹൻലാലിനോടൊപ്പം നടത്തിയ അഭിനയം, അതുപോലെ തന്നെ മമ്മൂട്ടിയെ ന്യായീകരിക്കാൻ വേണ്ടി സ്വന്തം പാർട്ടി സെക്രട്ടറിയെ തള്ളിപ്പറയുന്ന മറ്റൊരഭിനയം, ഈ അഭിനയം, അതുപോലെ ആഗോള അയ്യപ്പ സംഗമം, ഇതെല്ലാം ആ PR എക്സർസൈസ്, ഇതെല്ലാം വെറും പാഴ്വാക്കുകളെ ആവൂ എന്ന് മാത്രമല്ല, ഇപ്പം കഴിഞ്ഞ ദിവസം സെക്രട്ടേറിയറ്റിലെ ഉദ്യോഗസ്ഥർക്കാണല്ലോ അദ്ദേഹം വാരിക്കോരി കൊടുത്തത്. പൊതുവെ ഗവൺമെൻറ് ജീവനക്കാർക്ക് സെക്രട്ടേറിയറ്റ് അസോസിയേഷൻ ഹൗസിംഗ് കോർപ്പറേഷനിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിലെ വൻ ഭൂരിപക്ഷത്തോടെ കോൺഗ്രസിൻ്റെ അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ യൂണിയനാണ് ജയിച്ചത്. CPMൻ്റെ യൂണിയനെ, ഈ മുഖ്യമന്ത്രിയുടെ കൂടി പിന്തുണയുള്ള CPMൻ്റെ യൂണിയൻ അവിടെ തകർന്നു പോയിരിക്കുന്നു. അപ്പോൾ വമ്പിച്ച ശമ്പള പരിഷ്കരണവും അതുപോലെ തന്നെ 5 ദിവസമാക്കി അവരുടെ വർക്കിംഗ് ഡേയ്സ് ക്രമീകരിക്കുന്നതും ഒന്നും ഒരു തരത്തിലുള്ള ഫലവും ഉണ്ടാക്കിയിട്ടില്ല എന്നാണ് അത് തെളിയിക്കുന്നത്. അതിൻ്റെ കൂടി ഇപ്പോൾ ഈ ലാസ്റ്റ് സ്ട്രോ എന്നൊരു വാക്കുണ്ട് ഇംഗ്ലീഷിൽ, അവസാനത്തെ കച്ചിത്തുരുമ്പ്. അതായത് ധാരാളം ഭാരം ചുമന്നു പോകുന്ന ഒരു കഴുതയുടെ പുറത്ത് ഒരു കച്ചിത്തുരുമ്പ് കൂടെ വെച്ചാൽ അത് തളർന്ന് വീഴും. അതാണ് ലാസ്റ്റ് സ്ട്രോ എന്ന് പറയുന്നത്. ആ ഭാരത്തിൽ കൂടുതൽ എനിക്ക് താങ്ങാൻ പറ്റുകയില്ല. അത് എന്ന് പറയുന്നത് പോലെ അവസാന ടേമിൻ്റെ അവസാന കാലത്തിലെത്തുമ്പോൾ അധികമായ പാപഭാരം കൊണ്ട് ഈ ഗവൺമെൻറ് തളർന്ന് ഒടിഞ്ഞ് വീഴുന്ന ഒരു കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് വേണമെങ്കിൽ മറ്റൊരർത്ഥത്തിൽ കാലത്തിൻ്റെ കാവ്യനീതി എന്നും പറയാം. കാരണം ഒരുപാട് കള്ളക്കഥകൾ ഉമ്മൻചാണ്ടിക്കെതിരെ പടച്ചുവിട്ട അതിലെ പടനായകനാണ് ഈ ഗണേഷ് കുമാർ എന്നു മാത്രമല്ല, ഈ മുഖ്യമന്ത്രിയുടെ തന്നെ മകളോട് ഈ ബിന്ദു എന്ന് പറയുന്ന സ്ത്രീ ഇതേ പരാതി ഉന്നയിച്ചതാണ്. കാരണം ഒരു സ്ത്രീയോടല്ലാതെ പിന്നെ ആരോടാണ് ഈ കാര്യങ്ങളൊക്കെ പറയുക? ഒന്നും മനസ്സ് പങ്കുവെച്ചിട്ട് ഒരു നടപടി എടുത്തില്ല. അതുപോലെ തന്നെ ശാസ്താമംഗലം കൗൺസിലറായിട്ടുള്ള ശ്രീലേഖയോടും പറഞ്ഞു. അവരൊന്നും സജീവമായിട്ടൊരു നടപടിയും സ്വീകരിച്ചില്ല. നിങ്ങൾ പോലീസിൽ പരാതിപ്പെടുക. പോലീസിൽ പരാതിപ്പെടുന്നത് നാണക്കേടായതുകൊണ്ടാണ് ഇവരോടൊക്കെ പറഞ്ഞത്. ഒരു നടപടിയൊന്നും ഉണ്ടായിട്ടില്ല എന്നുള്ള വളരെ സങ്കടകരമായിട്ടൊരു അവസ്ഥയിൽ നിന്നാണ് ആ സ്ത്രീ ഇങ്ങനെ പറയാൻ അവര് നിർബദ്ധയായത്. അങ്ങനെയാണ് സംഭവിച്ചത്. അപ്പൊ ഇങ്ങനെയുള്ള വലിയ വലിയ സ്വാധീനമുള്ള ഭർത്താക്കന്മാരിൽ നിന്ന് പീഡനം നേരിടുന്ന, വഞ്ചന നേരിടുന്ന ഭാര്യമാരുടെ സ്ഥിതി കേരളത്തിൽ പരമദയനീയമാണ് എന്നുള്ള ഒരു കാര്യത്തിലേക്കാണ് ഇത് വിരൽ ചൂണ്ടുന്നത്. തീർച്ചയായിട്ടും VS ഉണ്ടായിരുന്നെങ്കിൽ ഈ രംഗത്തൊരു പടനായകനായിട്ട് വരുമായിരുന്നു എന്ന് നമുക്ക് ഉറപ്പുണ്ട്. പക്ഷെ ഇപ്പൊ വരാൻ ആരുമില്ലെന്നുള്ളതാണ്. സ്ത്രീകൾ നിസ്സഹായരാണെന്നുള്ളതാണ്. പോലീസ് എന്ന് പറയുന്നത് എപ്പോഴും ശക്തന്റെ പക്ഷത്തെ നിൽക്കുകയുള്ളൂ.
അതാണ് ഇപ്പോൾ അമേരിക്ക ഇറാനെ ആക്രമിക്കുമ്പോൾ എല്ലാവരും അമേരിക്കയോടൊപ്പം നിൽക്കും. കാര്യം എന്താ? അമേരിക്കയാണ് ശക്തൻ, കയ്യൊക്കൊള്ളവൻ്റെ ഒപ്പം നിൽക്കും. ഗണേഷ് കുമാറിന്റെയും വിജയം അവിടെയാണ്. എല്ലാവരും അദ്ദേഹത്തിനോടൊപ്പം നിൽക്കും. ഇവരെ ആർക്ക് വേണം? ഇവർക്ക് പദവിയില്ല, പത്രാസ് ഇല്ല, ഒന്നുമില്ല. ഗണേഷ് കുമാറിന്റെ ഭാര്യയാണെന്ന് അഡ്രസ് മാത്രമേ ഉള്ളൂ. അതാണ് സ്ത്രീകൾ നേരിടുന്ന ഏറ്റവും വലിയ അനീതി. കാരണം ഭർത്താവിന്റെ നിഴലായിട്ടാണ് അവർ നിൽക്കുന്നത്. കേരളത്തിലെ ഒരു ആത്മകഥ എഴുതിയപ്പെട്ടപ്പോഴും ആ ഒരു ടൈറ്റിൽ അതാവണത്, ചേട്ടന്റെ നിഴൽ. അതാണ്, നിഴലുകൾ മാത്രമാണ് ഈ സ്ത്രീകൾ പലപ്പോഴും കേരളത്തിൽ എന്നുള്ളതാണ്. വെറും നിഴലുകൾ മാത്രമാണ്. അങ്ങനെയാണ് സ്വയം അവർ പോലും ധരിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് വളരെ കഷ്ടം. എന്തായാലും ശരി, ഇപ്പോൾ കഴിഞ്ഞതേ ഉള്ളൂ വനിതാ ദിനം, മാർച്ച് 8-ന്. ആ സമയത്തും സ്ത്രീകൾ ഇങ്ങനെ, അതും വലിയ വീടുകളിൽ പോലും, അപ്പോൾ പാവപ്പെട്ട വീടുകളിൽ അവർക്ക് ശബ്ദമേ ഇല്ല, ആരുടെയും പറയുന്നില്ല, അവർ നിശബ്ദ മഹാഭൂരിപക്ഷമാണ്. അവിടെ പോലും ഈ സ്ത്രീകൾ നിസ്സഹായരാണ്. വിദ്യാഭ്യാസമുള്ള സ്ത്രീകൾ പോലും വളരെയധികം അവശതകളും വിവശതകളും അനുഭവിക്കുന്നവരാണെന്നൊരു ബോധ്യമാണ് ഇത് ഉണ്ടാക്കുന്നത്. ഇത് പിണറായി വിജയന്റെ വളരെ പുരോഗമനാത്മക സർക്കാർ എന്ന് പറയുന്ന ഗവൺമെന്റിനും നവോത്ഥാന സർക്കാർ എന്ന് പറയുന്ന ഗവൺമെന്റിനും ഒട്ടും പരിഹരിക്കാൻ കഴിഞ്ഞിട്ടില്ല. നീതി തേടുന്ന സ്ത്രീകളുടെ എണ്ണം കൂടിക്കൂടി വരികയാണെന്നാണ് നമ്മുടെ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ കണക്കുകൾ പോലും തെളിയിക്കുന്നത്. ക്രമപ്രവൃത്തമായിട്ട് ഇത് വർദ്ധിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഇപ്പൊ 2025 വന്നപ്പോഴത്തേക്കും ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സ്ത്രീകളോട് പീഡനം നടത്തുന്ന, അനീതി നടത്തുന്ന സംസ്ഥാനമെന്ന് രേഖാമൂലമുള്ള റെക്കോർഡുകളാണ് നമുക്ക് ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയിൽ നിന്ന് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അതായത് ഇതിപ്പോ നമ്മള് ഇപ്പോ സംസാരിക്കുമ്പോൾ മന്ത്രിസഭാ യോഗം ചേരുകയാണ്. ആ മന്ത്രിസഭാ യോഗത്തിൽ തന്നെ ഈ മന്ത്രിയെ അവിടെ നിന്ന് പുറത്താക്കണമെന്നുള്ള ഒരു അഭിപ്രായത്തിന് പ്രാമുഖ്യം ലഭിക്കുകയും അതുവഴി മന്ത്രിസഭയിൽ നിന്ന് അദ്ദേഹം പുറത്താവുകയും ചെയ്യുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അതല്ലാതെ വേറൊരു മാർഗവും ഇല്ല ഈ ഗവൺമെന്റിന് മുമ്പിൽ. there is no other option. അപ്പൊ ഈ വേഗത്തില് രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയത്തിലൊക്കെ നടപടി എടുത്തിട്ടുള്ളൂ. അപ്പൊ പിണറായി സർക്കാർ സ്ത്രീ സുരക്ഷയ്ക്ക് ഞങ്ങൾ പ്രാധാന്യം കൊടുക്കുന്നുണ്ട് എന്ന് പറയുമ്പോഴും ഒരു പക്ഷാപാതപരമായിട്ടുള്ള ഒരു സ്ത്രീ സുരക്ഷാ വാദികളാണ് എന്ന് നമുക്ക് പറയേണ്ടി വരും അല്ലെ, ഈ ഒരു വിഷയം വരുമ്പോൾ? തീർച്ചയായിട്ടും അതാണ് പക്ഷപാതം പോലീസിന്റെ ഭാഗത്തു നിന്നാണ് ഉണ്ടായിട്ടുള്ളത്. പോലീസിനെ ശിക്ഷിക്കണം, പോലീസിനെ നിയന്ത്രിക്കുന്ന ആ ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്ന് നടപടി ഉണ്ടാകണം. വാസ്തവത്തിൽ അന്ന് പറഞ്ഞത് അന്നത്തെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ഈ ഗണേശിന്റെ പ്രശ്നത്തിൽ, ആദ്യത്തെ ഭാര്യയുമായിട്ടുള്ള പ്രശ്നത്തിൽ രാജിവെക്കണമെന്ന്. അതേ കാര്യം തന്നെയാണ് ഇപ്പോഴും ജനങ്ങൾ അല്ലെങ്കിൽ പ്രതിപക്ഷം ഉന്നയിക്കേണ്ടത്. മുഖ്യമന്ത്രി തന്നെ രാജിവെക്കണം. കുറഞ്ഞ പക്ഷം ഈ ഇതിൽ ഇൻവോൾവ് ചെയ്തിരിക്കുന്ന മന്ത്രിയെങ്കിലും രാജിവെച്ച് ഒഴിഞ്ഞ് കേരളത്തിന്, ഈ നമ്പർ 1 എന്ന് പറയുന്ന കേരളത്തിന് അതിന്റെ ഒരു തല ഉയർത്തി നിൽക്കാൻ കഴിയൂ എന്നുള്ളതാണ് വാസ്തവം. എന്ന് മാത്രമല്ല, അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്ക് നീതി കിട്ടുക തന്നെ വേണം. തീർച്ചയായിട്ടും സ്ത്രീകൾ അക്കാര്യത്തിൽ ഒരുമിച്ച് നിൽക്കണം. ഇനി എന്തായാലും മന്ത്രിസഭ എന്ത് തീരുമാനമെടുക്കും? അടിയന്തര യോഗമൊക്കെ തന്നെ ചേർന്നിട്ടുണ്ട്. ഇങ്ങനെ വളരെ ഗുരുതരമായിട്ടുള്ള ഒരു ആരോപണം മന്ത്രിയുടെ ഭാര്യ തന്നെ ആരോപിച്ച സ്ഥിതിക്ക് വീണ്ടും മുൻപ് ഇതുപോലൊരു ആരോപണം മുൻ ഭാര്യ ഉന്നയിച്ചു വന്നപ്പോൾ ഉണ്ടായിരിക്കുന്ന അതേ ഒരു ഭവിഷ്യത്ത് തന്നെയായിരിക്കുമോ ഇത്തവണയും? മന്ത്രി കസേര ഒഴിഞ്ഞു കൊടുക്കേണ്ടി വരുമോ? ഈ ഒരു പിണറായി സർക്കാരിൻ്റെ ഭരണം അവസാനിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഒരു മന്ത്രിയുടെ ഒരു കൊഴിഞ്ഞുപോക്ക് അത് സംഭവിക്കുമോ എന്നുള്ളതാണ് ഇപ്പോൾ രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്നത്. തീർച്ചയായിട്ടും നമുക്കും എന്താണ് സംഭവിക്കുക എന്നുള്ള ഒരു തീരുമാനം എന്താണ് എടുക്കുക എന്നുള്ളത് നമുക്കും കാത്തിരുന്ന് തന്നെ കാണാം. നമസ്കാരം. തീർച്ചയായിട്ടും അദ്ദേഹത്തിനെ പത്തനാപുരത്ത് മത്സരിക്കാനും LDF അനുവദിക്കാൻ പാടില്ല. അതെ തീർച്ചയായിട്ടും.